എർത്ത് മീഡിയയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ പ്രമുഖ താരസുന്ദരിയുടെ പരാതിയിന്മേൽ ചലച്ചിത്ര സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരിക്കുന്നു. 2022 സമാന രീതിയിൽ ഇതേ നായിക നൽകിയ പരാതിയിൽ സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. നായിക മറ്റൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആരംഭിച്ച് താനുമായി സംവദിക്കാറുണ്ട് എന്നായിരുന്നു സനൽകുമാർ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഉയർത്തിയ ആരോപണം. നടിയുടേത് എന്ന നിലയിൽ സനൽകുമാർ ശബ്ദരേഖയും പുറത്തുവിട്ടു. ഇദ്ദേഹം കഴിഞ്ഞ വർഷം മുതൽ അമേരിക്കയിലാണ് താമസം. നടി തനിക്കും മകൾക്കും ജീവന് ഭീഷണിയുണ്ടെന്ന നിലയിൽ സംസാരിച്ചിരുന്നു എന്ന് സനൽകുമാർ ആവർത്തിക്കുന്നു. നടിയെന്ന് കരുതി സനൽകുമാർ സംസാരിച്ചിരുന്നത് ആരുമായെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനിരിക്കുന്നു. ഭീഷണിയുടെ എണ്ണം കൂടിയതും കേരളത്തിൽ നിലനിൽക്കാൻ സാധിക്കാതെ വരികയും നാടുവിടുകയുമായിരുന്നു എന്ന് സനൽകുമാർ മുൻപ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് സിനിമയെടുക്കുന്നത് തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തന്റെ ജീവന് തന്നെ ഭീഷണിയായി മാറിയേനെ എന്ന് സനൽകുമാർ പോയ വർഷം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സിനിമകളുടെ സംവിധായകനായ സനൽകുമാർ ഇപ്പോൾ ഇവിടെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നു എന്നാണ് ലഭ്യമായ വിവരം. അമേരിക്കയിൽ എവിടെയെന്ന വിവരവും സനൽകുമാർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയില്ല. ഇപ്പോൾ താനൊരു ചലച്ചിത്ര സംവിധായകൻ അല്ല എന്നാണ് സനൽകുമാർ അന്ന് വ്യക്തമാക്കിയത്. ടൊവിനോ തോമസ് നായകനായ വഴക്ക് ആണ് സനൽകുമാർ ഏറ്റവുമൊടുവിൽ സംവിധാനം ചെയ്ത സിനിമ. മഞ്ജു വാര്യർ നായികയായ അഹർ സോഷ്യൽ മീഡിയയിലൂടെ റിലീസ് ചെയ്ത് വീണ്ടും സനൽകുമാർ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഐഫോണിൽ ചിത്രീകരിച്ച സിനിമയിലൂടെ ലിംഗവിവേചനത്തിനെതിരെ ആഞ്ഞടിച്ച വ്യക്തിയാണ് സനൽകുമാർ എന്നിരിക്കെ ഇപ്പോൾ ഒരു നടി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന നിലയിൽ ഇതേ സംവിധായകനെതിരെ പരാതി നൽകിയിരിക്കുന്നു. 2022 അറസ്റ്റിനു ശേഷമാണ് താൻ വിദേശത്തേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത് എന്ന് സനൽകുമാർ വ്യക്തമാക്കുന്നു. അത് കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും തനിക്കെതിരെ കേസോ നിയമ നടപടികളോ യാതൊന്നും കൈക്കൊണ്ടിട്ടില്ല എന്ന് സനൽകുമാർ ആ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. സനൽകുമാർ മുൻപ് വിവാഹിതനായിരുന്നു എങ്കിലും പിന്നീട് വിവാഹമോചനം നേടി. മുൻ ഭാര്യയെ പുനർവിവാഹം ചെയ്ത കാര്യവും ഇദ്ദേഹം ഒരു പോസ്റ്റിലൂടെ പണ്ട് വെളിപ്പെടുത്തിയിരുന്നു. 2 ആൺമക്കളുണ്ട്. കുട്ടികൾ രണ്ടും അമ്മയുടെ ഒപ്പമാണത്രേ താമസം. അമേരിക്കയിൽ കുടുംബം കൂടെയില്ലാതെ ഒറ്റയ്ക്കാണ് സനൽകുമാറിന്റെ താമസം. സുഹൃത്തുക്കളും ഇല്ല. ഈ ഏകാന്തത താൻ ആസ്വദിക്കുന്നു എന്നും സനൽകുമാർ അഭിമുഖത്തിൽ വ്യക്തമാക്കി. എന്നെങ്കിലും നാട്ടിലേക്ക് മടങ്ങിപ്പോകും എന്ന് ചിന്തിക്കുന്നില്ല എന്നും സനൽകുമാർ വ്യക്തമാക്കി.